ഹായ് ഫ്രണ്ട്സ്, ദിസ് ജെ കെ മറൈൻ മെൻറ്റർ. ഇന്ന് നമ്മൾ ഒരു നാനോ മെറൈൻ ടാങ്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, മെറൈൻ ടാങ്ക് ഒരിക്കലും ഫ്രഷ് വാട്ടർ പോലെ ഈസി അല്ല, ഇച്ചിരി പാടാണ്, എന്നാലും നല്ല ബ്യൂട്ടിയാണ്. അപ്പം ഒരു മെറൈൻ ടാങ്കിന് എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ആവശ്യം, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് ആണ്. ഇത് അക്വാനൈറ്റിന്റെ ലൈറ്റ് ആണ്. നമുക്ക് സൺസന്റെ ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാക്സ്പെറ്റ് ഉണ്ട്. ഏത് ലൈറ്റ് വേണം നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച്. അതുപോലെ തന്നെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് റോക്കാണ്. ഇത് സിന്തറ്റിക് റോക്കാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് തരം ഡെക്കറേഷൻ റോക്ക് വേണമെങ്കിലും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് സ്കിമ്മറാണ്. ഒരു മെറൈൻ ടാങ്കിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സ്കിമ്മർ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ബബിൾ മാക്സിന്റെ QQ2 ആണ്. അതുപോലെ തന്നെ ബോയുവിന്റെ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ മീഡിയ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബാക്ടീരിയ ഫോർമേഷന് വേണ്ടിയിട്ടാണ്. നല്ല ഏതെങ്കിലും ടൈപ്പ് മീഡിയകൾ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. മീഡിയ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. സെറാൻ ഗ്രിങ് ഉണ്ട്, ഒത്തിരി മീഡിയകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് സാൻഡാണ്. സാൻഡ് എപ്പോഴും നമ്മൾ C3 സാൻഡ് അല്ലെങ്കിൽ ആർഗനേറ്റഡ് സാൻഡ് എന്ന് യൂസ് ചെയ്യണം. അതും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് 1 ഇഞ്ച് തിക്നെസ്സിൽ മാത്രമേ യൂസ് ചെയ്യാവൂ. ഒത്തിരി തിക്നെസ് നമ്മൾ കൊടുക്കരുത്. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടാങ്ക്. ടാങ്കിന്റെ പുറകിൽ എപ്പോഴും ഒരു ചേംബർ ഉണ്ടായിരിക്കണം. അതിനെ സമ്പ് എന്നാണ് പറയുന്നത്. സമ്പ് സിസ്റ്റം ടാങ്കുകളാണ് എപ്പോഴും ബെറ്റർ. കാനിസ്റ്ററിനെക്കാട്ടും നല്ലത് സമ്പ് സിസ്റ്റം ടാങ്ക് തന്നെയാണ്. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം സാൻഡ് നമ്മൾ യൂസ് ചെയ്യുക. അത് നമുക്ക് എത്രയാണ് തിക്നെസ് വേണ്ട ആ ഒരു കണക്കിന് നമ്മൾ സാൻഡ് യൂസ് ചെയ്യുക. ഇപ്പോഴും ഞാൻ പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ക്ഷമയും വേണം. കാരണം ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെറൈൻ ടാങ്ക് നമുക്ക് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് സീ വാട്ടർ ആണ്. ആർട്ടിഫിഷ്യൽ സോൾട്ടും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് സീ വാട്ടർ ആണ്. സീ വാട്ടർ ആകുമ്പോൾ മെച്യൂർ ആവാൻ പെട്ടെന്ന് തന്നെ മെച്യൂർ ആവും. നമുക്ക് മീനിനെ ഇടാനും പറ്റും. പിന്നെ കുറച്ചുകൂടി നമുക്ക് സേഫ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഡെക്കറേഷൻ റോക്ക് സെറ്റ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പൊസിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് റോക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ റോക്കോ വലിയ റോക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് 45 ദിവസത്തോളം നമ്മൾ സൈക്ലിങ്ങിന് വിടാറുണ്ട്. വെള്ളം വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം 45 ദിവസം നമ്മൾ സൈക്ലിങ്ങിന് വിടും. അതിനുശേഷമാണ് നമ്മൾ ബാക്ടീരിയ വിടുന്നത്. അപ്പം മാത്രമാണ് നമുക്ക് ടാങ്ക് മെച്ചൂർ ആവുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീഡിയയാണ്. ഈ മീഡിയ നമ്മൾ ഒരു ബാഗിനകത്ത് നിറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വാഷ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് സെക്കൻഡ് ചേമ്പറിലാണ് നമ്മളിപ്പോൾ ഇടുന്നത്. അതുപോലെ തന്നെ സ്കിമ്മർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സ്കിമ്മർ അതിനകത്ത് തന്നെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം വരും. അപ്പൊ നമ്മൾ അതിനകത്തിരിക്കുന്ന ഫിറ്റിങ്സ് വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നമ്മൾ ഇതിനെ സെക്കൻഡ് ചേമ്പർ, അതായത് സെൻട്രലുള്ള ചേമ്പറിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വെക്കുമ്പോൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. കാരണം മേളിലുള്ള കളക്ഷൻ കപ്പും നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഈ കളക്ഷൻ കപ്പ് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള വേസ്റ്റ് മൊത്തം കളക്ട് ചെയ്ത് പോകുന്നത് ആ ഒരു കളക്ഷൻ കപ്പ്, മേളിലിരിക്കുന്ന ഒരു കളക്ഷൻ കപ്പിലാണ്. അതൊരു വീക്കിലി നമ്മൾ എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് തിരിച്ചു വെക്കുന്നത് ഏറ്റവും ഉചിതമാണ്. നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ചേമ്പറിനകത്ത് നമ്മൾ റിട്ടേൺ പമ്പ് വയ്ക്കും. കാരണം ഈ പ്യൂരിഫൈ ചെയ്ത വെള്ളം നമുക്ക് തിരിച്ച് മെയിൻ ടാങ്കിലോട്ട് വരാൻ വേണ്ടി നമ്മൾ റിട്ടേൺ പമ്പ് ഈ മൂന്നാമത്തെ ചേമ്പറിൽ നമ്മൾ വയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്വാനൈറ്റിന്റെ ലൈറ്റ് ആണ്. സൺസന്റെ ADH300 എന്ന് പറയുന്ന ഒരു മോഡൽ ലൈറ്റ് ഉണ്ട്. മാക്സ്പെറ്റിന്റെ MJ165 എന്ന് പറഞ്ഞ ലൈറ്റ് ഉണ്ട്. എത്രിയൽ ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഏത് ലൈറ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മെജോറിറ്റിയും നമ്മളെ ചെറിയ നാനോ ടാങ്കുകളൊക്കെ ആണെങ്കിൽ ഈ ലൈറ്റ് മതിയാവും. പിന്നെ ആനിമോൺ വെക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ പവർ കുറച്ചുകൂടെ കൂട്ടേണ്ടി വരും. കോറൽസ് ഒക്കെ ഇല്ലീഗലാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ എപ്പോഴും വെള്ളം ടെമ്പറേച്ചർ മാക്സിമം ഒന്ന് കുറച്ച് വയ്ക്കുക. നല്ല കൂളിംഗ് ആയിരിക്കണം. അപ്പം മാത്രമേ മീൻ സർവൈവ് ചെയ്യുള്ളൂ.
ഒരു ബ്ലൂ സ്പെക്ട്രൽ ലൈറ്റ് ആയിരിക്കും എപ്പോഴും മെറൈന് വരുന്നത്. മെറൈൻ്റെ ഫീൽ എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലൂ ആണ്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് വാട്ടർ ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ചേമ്പറിനകത്ത് നമ്മൾ മെയിനായിട്ട് സ്പോഞ്ച് ഫില്ല് ചെയ്യണം. ഇപ്പം നമ്മൾ അതിനകത്ത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പക്ഷേ എങ്കിൽ ആ ഫസ്റ്റ് ചേമ്പറിൽ നമ്മൾ സ്പോഞ്ച് നമ്മൾ ഫില്ല് ചെയ്യണം. അത് നമുക്ക് വീക്കിലി ക്ലീൻ ചെയ്യണം.